ഹലോ, ഇന്ന് ഉരുളക്കിഴങ്ങും സവോളയും തേങ്ങയും ചേർത്തുള്ള അടിപൊളി തോരനാണ്. ഈ വലിപ്പത്തിലുള്ള 4 ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ചെറുതായി അരിഞ്ഞെടുക്കണം. ഇതിലേക്ക് ആവശ്യമായ തേങ്ങ, 1/4 മുറി തേങ്ങ ചിരവിയതും. ഞാനിവിടെ വെളുത്ത മുളകാണ് എടുത്തിരിക്കുന്നത്. പച്ചമുളക് എടുക്കാം. അതിന് 5 വെളുത്ത കാന്താരി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും മാത്രം ഒന്ന് ചതച്ചെടുക്കുക. ഞങ്ങൾ അവിയലിനൊക്കെ ചതച്ചെടുക്കുന്നത് പോലെ ഒരുപാട് അരയൊന്നും വേണ്ട. ഒന്ന് ക്രിസ്പിയായി കിട്ടുന്നത് വിധത്തിലൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ നമ്മൾ അവിയലിന് അരയ്ക്കുന്നത് പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ പകർന്ന് 1 സ്പൂൺ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി 2 അല്ലി കൂടി ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് വഴറ്റിയെടുക്കുക. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് വഴറ്റിയെടുക്കണം. തേങ്ങയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന് ഇവ ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം. വേറെ മുളക് പൊടിയൊന്നും നമ്മൾ ചേർക്കുന്നില്ല. എരിവുള്ള കാന്താരി ആയതുകൊണ്ട് ആ എരിവ് തന്നെ മതിയാകും. അധികം എരിവില്ലാത്തൊരു കറിയാണ്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ്, ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് വേവാൻ ആവശ്യമായ വെള്ളം, ഒരു 1/4 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർക്കാം. വെള്ളം ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് മൂടി വെച്ച് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് വേകുന്നത് വരെ ഒന്ന് മൂടി വയ്ക്കാം. വെള്ളമെല്ലാം വറ്റി ഉരുളക്കിഴങ്ങ് വെന്ത് വരുമ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ടാകും. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന ഈ കറി ഉണ്ടാക്കി നോക്കൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. താങ്ക് യു ഫ്രണ്ട്സ്.